ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു എക്സാം വിളിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ്. ഒട്ടുമിക്ക പേരും ആപ്ലിക്കേഷൻ അയച്ചതുമാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധ്യായം. ഓക്കെ, നമ്മുടെ RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ ഡീറ്റെയിൽഡ് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ 7/2024 ടീച്ചർ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6 ഫെബ്രുവരി 2025 ആയിരുന്നു. അപ്പോൾ ആ ഡേറ്റ് ഇപ്പോൾ എന്തായാലും മാറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അറിഞ്ഞിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് തയ്യാറായിക്കൊള്ളുക. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 6-7 ദിവസം കൂടി ഉണ്ട്. അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 16-ാം തീയതിയാണ്. 16-ാം തീയതി 11:59 PM വരെ നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1000-ന് മുകളിൽ പോസ്റ്റ് വരുന്ന എക്സാം ആണ്. അപ്പോൾ ഈ എക്സാം അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ കൂടുതലും ലേഡീസ് ടീച്ചേഴ്സ്മാരായിരിക്കും. എത്രയും പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് എക്സാം എഴുതുന്നത്. നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഞാൻ പറയും, ഫ്രീ ആയിട്ടാണ് എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഈ 16 ഫെബ്രുവരി 2025 11:59 PM ആസ് എക്സ്റ്റെൻഡഡ്. ഓക്കെ, അപ്പം 16-ാം തീയതി, ഓക്കെ, 16 ഫെബ്രുവരി 2025 വരെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഇത് പോയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ RRBയുടെ ഈ ടീച്ചിങ് ലെവൽ എക്സാം മലയാളം ഒഴികെയുള്ള എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ഇതിന് വിളിച്ചിട്ടുണ്ട്. ധാരാളം വേക്കൻസികളുണ്ട്. എന്തുകൊണ്ട് വളരെ മികച്ച ഒരു സാലറിയാണ് ഇതിനുള്ളത്. ഏകദേശം തുടക്കത്തിൽ തന്നെ ഒരു 75,000 രൂപയോളം നമുക്ക് ലഭ്യമാകുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏജിന്റെ കാര്യത്തിൽ PSC പോലെയല്ല, 48 വയസ്സ് വരെ, അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും 49ാമത്തെ വയസ്സ് എത്താൻ പോവുകയാണെങ്കിൽ അതുവരെ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. നിലവിൽ ഇപ്പോൾ നമ്മുടെ PSC വിളിച്ചിരിക്കുന്ന HSA ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പ്രായമായി പോയതിന്റെ പേരിൽ അപ്ലൈ ചെയ്യാൻ കഴിയാതിരുന്നിട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഉടനെ എഴുന്നേൽക്കുക, സന്തോഷിക്കുക, എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനേക്കാളും ധാരാളം വേക്കൻസികളാണ്. നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. എവിടെ എന്നുള്ളതിന് ഇവിടെ വിഷയമേ ആക്കേണ്ട കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദയവായിട്ട് അതും കൂടി സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ RRB റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ ഒരു മെയിൻ 50 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഡീറ്റെയിലിംഗ് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിന്റെ 50 മാർക്ക് ക്വസ്റ്റ്യൻ 50 മാർക്കിന് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയസ് ആണ്. അതായത് നമ്മൾ BEdനും TTCക്കും DLEdനൊക്കെ പഠിച്ച സൈക്കോളജി, എഡ്യൂക്കേഷൻ, മെത്തഡോളജി ആൻഡ് പെഡഗോജി എന്ന് പറയുന്ന ഏരിയസ് ഒന്ന് ചോദിക്കുന്ന 50ഓളം ചോദ്യങ്ങളാണ് 50 മാർക്കിന്. അത് ഓരോ സെക്ഷനിലും എത്ര മാർക്കാണെന്നുള്ളത് റെയിൽവേ റിക്രൂട്ട്മെന്റുമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ, അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ നോളജിന്റെ ക്ലാസ്സുകൾ, അതുപോലെ റീസണിങ്, മാത്സ് ക്ലാസ്സുകൾ, അതുകൂടാതെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇത് മുഴുവനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ടീച്ചേഴ്സ് ക്ലബ് PSC എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും, അത് കൂടാതെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, ഇനി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ ഏത് സബ്ജക്റ്റാണ്, ഏത് കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് നിങ്ങളുടെ എല്ലാ ഭാഗത്ത് നിന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് ക്ലാസ്സുകൾ, അതിൻ്റെ
ജനറൽ ക്ലാസ്സുകൾ നമ്മളിപ്പം പെയ്ഡ് അല്ലാതെയും നടത്തപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പരമാവധി ക്ലാസ്സുകളൊക്കെ പെയ്ഡ് അല്ലാതെയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം ഈ പരീക്ഷയ്ക്ക് ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട്, ജനറൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്നവർക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മളെ വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളാണ്. ഡേറ്റുകൾ ഞാൻ പറഞ്ഞു. 6-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു, ജനുവരി 6-ന് നോട്ടിഫിക്കേഷൻ വന്നു. 7-ാം തീയതി ജനുവരിയാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം 6-ാം തീയതി ഫെബ്രുവരി ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു 16 ഫെബ്രുവരി 2025 വരെ. ഇനി ആ 16-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാം ഓൺലൈനായിട്ട്. അത് കഴിഞ്ഞിട്ട് 17 മുതലും 18 വരെ, 17-നും 18-നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ പേയ്മെന്റ് ചെയ്യാം. അന്ന് തന്നെ നിങ്ങൾക്ക് ഫീ ഇല്ലെങ്കിൽ 18-ാം തീയതി വരെ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മുന്നേ നിങ്ങൾ പെട്ടെന്ന് ധൃതി പിടിച്ച് അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളെ ആ ആപ്ലിക്കേഷന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഒരു നല്ലൊരു ഡേറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, തിരുത്താൻ പറ്റും. അത് കൂടാതെ അതിന്റെ എക്സാം ഡേറ്റ് മുൻ നോട്ടിഫിക്കേഷനിൽ മാർച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇത്രയും ഫെബ്രുവരി അവസാനം വരെ കിടക്കുന്നത് കൊണ്ട് മിക്കവാറും ഒരു മാസം കൂടി നമുക്ക് കിട്ടും, മാർച്ചിൽ കാണാൻ സാധ്യതയില്ല. അപ്പം ധൈര്യമായിട്ട് പഠിച്ചുകൊള്ളുക, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തുകൊള്ളുക. കാരണം ഒരു വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അവസരമാണ്, അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി ഫീസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ജനറലിന് 500 രൂപയാണ്. പക്ഷെ നിങ്ങൾ 500 രൂപ കണക്കാക്കേണ്ട, വെറും 100 രൂപയെ നിങ്ങൾക്ക് ചിലവാകത്തുള്ളൂ. കാരണം നിങ്ങൾ ആ പരീക്ഷ അപ്ലൈ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് ആണല്ലോ, ആ ടെസ്റ്റ് നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത, അതായത് നിങ്ങൾ ഒടുക്കിയ 500 രൂപ ഫീസിൽ നിന്നും 100 രൂപ എടുത്തിട്ട് 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 400, അപ്പൊ നിങ്ങൾക്ക് 100 രൂപ ആകുന്നുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ PW കാൻഡിഡേറ്റ്സിന്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ് മാൻ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവർക്കൊക്കെ 250 രൂപയാണ് ഫീസ്. കാരണം ഒരു കാര്യം സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നോക്കിയാൽ ഫ്രീ ആണ് ഫീസ്. ഈ ഇത്രയും ആൾക്കാർ 250 രൂപ ആദ്യം ഫീ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ എന്താണ്, കാൻഡിഡേറ്റ്സ് ആൻഡ് ദ കംപ്ലീറ്റ് ഫീ വിൽ ബി റീഫണ്ടഡ് ആഫ്റ്റർ അപ്പിയറിംഗ് ദി എക്സാം. നിങ്ങൾ ആ ആദ്യ CBT അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 250 രൂപയെ നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ്, ലേഡീസ് ടീച്ചർമാരാണുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഫുൾ പൈസയും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് റെയിൽവേ. അതുകൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട, ഒട്ടും സംശയിക്കേണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പോയി എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക. വേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് നോക്കി വായിച്ച് കറക്റ്റ് എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് നോക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏജ് 1/1/2025 48 വയസ്സ്, 18 വയസ്സ് തികയുകയും 48 വയസ്സ് പൂർത്തിയാകുക, അതായത് 49 എത്തുന്നത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നിലവിൽ ഇപ്പോൾ PSC വിളിച്ച HSA അപ്ലൈ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഉണർന്നിരുന്നിരിക്കുക. എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ആ വാശിയോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ PSC വിളിച്ചിരിക്കുന്ന HSAയിൽ അപ്ലൈ ചെയ്ത് ജോലി കിട്ടുന്നതിനേക്കാളും 1-2 വർഷം മുൻപേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനേക്കാളും ഇരട്ടി സാലറി വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു ടീച്ചറായിട്ട് വരാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത സാലറി പാക്കേജ് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് 35,400 to 44,900 ആണ്. അതിന്റെ കൂട്ടത്തിൽ 2,800 ജനറൽ ഗ്രേഡ് പേ ആണ്. അത് നിങ്ങൾ എവിടെയാണോ ടീച്ചർ പോസ്റ്റ് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് പേ മാറും. HRA ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, DA ഉണ്ട്, PF ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം 75,000 രൂപയോളം നിങ്ങൾക്ക് സാലറി തുടക്കത്തിൽ ലഭ്യമാകും. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് പോയി എത്തുക നിങ്ങൾ അപ്ലൈ. അപ്പോൾ വളരെ വളരെ അടിപൊളിയായിട്ടൊരു സാലറി പാക്കേജ് ആണ്. ഓക്കെ, അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, അതായത് ഇത്
ഇത് നോർമലായിട്ടുള്ള സെക്ഷൻ ബേസ് മാർക്കാണ് ചില പോസ്റ്റുകൾ ഒഴികെ. നമ്മളെ പോസ്റ്റിനൊക്കെ ഇതൊക്കെ തന്നെയാണ് ടീച്ചറിന്റെ. അതായത് പ്രൊഫഷണൽ എബിലിറ്റി ടെസ്റ്റ് 50 മാർക്ക്. ഞാൻ പറഞ്ഞില്ലേ സൈക്കോളജി ആ ഒരു കാര്യം 50 മാർക്കാണ്. ജനറൽ അവയർനെസ് GK 15 മാർക്കാണ്. നമ്മൾ ലാസ്റ്റ് ഇയറിന് പഠിക്കുന്ന, LDCക്ക് പഠിക്കുന്ന, ഡിഗ്രി ലെവലിന് പഠിക്കുന്ന, +2 ലെവലിന് പഠിക്കുന്ന GK ആണ്. അതാണ് ജനറൽ അവയർനെസ്. അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, കൂടുതലും പ്രാചീന കാലഘട്ടത്തിലുള്ള ഇന്ത്യയെ പറ്റി, നമ്മുടെ മുഗൾ ഭരണ കാലഘട്ടത്തെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം അതിനാണ് 15 മാർക്ക്. ജനറൽ ഇന്ത്യൻസ് ആൻഡ് റീസണിങ് നമ്മളെ PSC അതേ ക്വസ്റ്റ്യൻസ് 15 മാർക്കിന്. മാത്തമെറ്റിക്സ് PSC അതേ ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്. ജനറൽ സയൻസ് 10 മാർക്കിന്. അങ്ങനെ മൊത്തം 100 മാർക്ക്. അതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി ഇതിൽ ഏറ്റവും നിങ്ങൾ എടുത്തു പഠിക്കേണ്ട ഒരു കാര്യം പ്രൊഫഷണൽ എബിലിറ്റിയാണ്. ആദ്യത്തെ 50 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നതാണ് വരുന്നത്. അതിന്റെ ടോപ്പിക്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. മാർക്ക് ബേസ് ചെയ്ത് തന്നെ നമ്മുടെ RRB ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, ഓക്കെ, സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, എഡ്യൂക്കേഷൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, അതുപോലെ തന്നെ ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ഇതെല്ലാം കൂടി ചേർത്തിട്ട്, ഈ ഒരു ഏരിയ എല്ലാം കൂടി ചേർത്തിട്ട് എത്ര മാർക്കാണ്? 22 to 28 ചോദ്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത്. 22 to 28 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിപ്പം കഴിഞ്ഞ LP UP ഒക്കെ പഠിച്ച് പാസ്സായിരിക്കുന്ന കാര്യങ്ങളാണേ. ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത ഏരിയയിലേക്ക് വരുമ്പോൾ 13 മുതൽ 18 വരെയുള്ള ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് സൈക്കോളജി ഓഫ് ലേണർ ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്ന ഏരിയ, നമ്മുടെ സൈക്കോളജി, പെഡഗോജി ഏരിയാസ്, മീനിങ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, സൈക്കോളജി എന്നൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാൻ സിലബസിനെ കുറിച്ച് ഇവിടെ വാചാലനാവുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സിലബസിന്റെ ഡീറ്റെയിലിംഗ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി ആ ലെവലിലായിരിക്കും നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഓക്കെ, നിങ്ങൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്, എല്ലാം കൂടി 8 മുതൽ 12 ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ്. കാരണം 50 മാർക്കിനുണ്ട്, 50 മാർക്കിനാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ സിലബസ്. ബാക്കി മാത്സും മെന്റൽ എബിലിറ്റി ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഇത് എല്ലാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനും ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനുള്ള ജനറൽ സബ്ജക്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ തന്നെയാണ്. 50 മാർക്കിന്റെ ഞാൻ ഒന്നേന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പഠിക്കണം. അതായത് PGTക്കും പഠിക്കണം, TGTക്കും പഠിക്കണം. ഈ 50 മാർക്ക് എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ടീച്ചിങ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. കുറേ എപ്പിസോഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2019 അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. നിങ്ങളുടെ കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ. ഓക്കെ, അതുകൂടാതെ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ സിലബസും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് RRB. അതും 50 മാർക്കിന് പ്രൊഫഷണൽ എബിലിറ്റി ഉണ്ട്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അത് അസിസ്റ്റന്റ് ടീച്ചറിനുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കൂടുതലും സ്ത്രീകളായതുകൊണ്ട്, ലേഡീസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും അടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2 സ്ഥലങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ചെന്നൈയും ബാംഗ്ലൂരും മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ എല്ലാത്തിനും വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വേക്കൻസി എവിടെയുണ്ട്, എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. വേക്കൻസി നോക്കിയിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി, എൻ്റെ സബ്ജക്റ്റിന് എവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക, പോയി പരീക്ഷ എഴുതുക. ആദ്യം ജോലിയാണ്, പിന്നെ അല്ലേ ഇവിടെ വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ അടിച്ചൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയും വരെയൊക്കെ ചെയ്യാം. ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യാം. അപ്പൊ അതിൽ ഞാനിവിടെ 2 സ്റ്റേറ്റിന്റെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂരിൽ എല്ലാ പോസ്റ്റും ഇല്ല. അത് TGT ഇംഗ്ലീഷ്, TGT ഹിന്ദി, TGT സോഷ്യൽ സയൻസ്. അതിൽ ഓരോ കാറ്റഗറിക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡ് എത്ര, SC എത്ര, ST എത്ര, OBC, EWC ടോട്ടൽ എത്ര എന്നുള്ളത്, അതിൽ റെഗുലർ എത്ര, ബാക്ക്ലോഗ് എത്ര എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാത്തിനും പോസ്റ്റ് ഉണ്ട്. അത് ഓരോ കാറ്റഗറിക്കും നിങ്ങൾ നോക്കണം. അൺറിസർവ്ഡ് എത്രയാണ്, SC എത്രയാണ്, ST എത്രയാണ് എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നോക്കി അപ്ലൈ ചെയ്യുക. അതേ പോസ്റ്റ് ടീച്ചർ കൊമേഴ്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ലോ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ സയൻസ്, ക്രാഫ്റ്റ്,
ഹിസ്റ്ററി, ഹിന്ദി, ഒരുവിധപ്പെട്ട പ്രൈമറി ടീച്ചർ ഹിന്ദി, പ്രൈമറി ടീച്ചർ തമിഴും ഉണ്ട് കേട്ടോ. തമിഴ് അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ലാബ് അസിസ്റ്റൻ്റ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പോസ്റ്റിനും ചെന്നൈ സ്ഥലമായിട്ടുണ്ട്. വേക്കൻസികളുണ്ട്, ധാരാളം വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട്, ഞാനിപ്പോൾ 2 സ്ഥലങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് നോക്കിയിട്ട് കാരണം 1000-ന് മുകളിൽ പോസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, 1000-ന് മുകളിൽ പോസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് എവിടെയാണ് തൊട്ടടുത്തടുത്ത സ്ഥലങ്ങൾ എന്നുള്ളത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പം ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ലാസ്റ്റ് അവസാനമായിട്ട് ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ PSC അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട. ഇതിന് ഏജ് ഉണ്ട്. എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ അതോറിറ്റിയുമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് റെയിൽവേ അപ്ലൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് വളരെയധികം താമസമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ തികച്ചും സൗജന്യമാണ്, പൈസ റീഫണ്ടബിൾ ആണ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് RRBയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ഇനി വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഫ്രീ ക്ലാസ്സസുകൾ, ഫ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ, ഫ്രീ മോഡൽ ക്വസ്റ്റ്യൻസുകളെല്ലാം, അത്യാവശ്യ നോട്ട്സുകളെല്ലാം നമ്മൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അതുപോലെ തന്നെ പഠിക്കുവാനുള്ള ഊർജ്ജം എല്ലാവർക്കും ലഭ്യമാകട്ടെ. അപ്ലൈ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും കിട്ടട്ടെ. ആരും വിഷമിച്ചിരിക്കേണ്ട. പ്രായം കൂടിയവരൊക്കെ, 50 വയസ്സാകാൻ പോകുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ടൈം ഇതായിരിക്കും, റെയിൽവേ ആയിരിക്കും, PSC ആയിരിക്കത്തില്ല, RRB ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നും അമാന്തിക്കേണ്ട, വിഷമിക്കേണ്ട. സന്തോഷത്തോടെ പോയി എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക, എന്ത് ചെയ്യുക, ചാനൽ നോക്കുക. മിക്കവാറും അടുത്ത ദിവസങ്ങൾ മുതൽ ഇതിൻ്റെ അപ്ഡേഷൻസ്, അതായത് RRB റിക്രൂട്ട്മെന്റ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിലവിൽ തന്നെ അതിൽ കുറേ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ജനറലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലവിൽ RRB ബേസ് ചെയ്തിട്ടും കൂടി ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.